ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ ധാരാളം മോഷണങ്ങൾ, കളവുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രത്യേകമായിട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്ന ഒരു സംഭവമാണ് കൊല്ലാട്ടി അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് രാത്രിയിൽ മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിലപിടിപ്പുള്ള ധാരാളം സാധനങ്ങൾ മോഷണം പോയിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷണം പോയിരുന്നു. അതിൻ്റെ കൂടെ വിലപിടിപ്പുള്ള ഡ്രസ്സുകളും മോഷണം നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ധാരാളം മോഷണങ്ങൾ ആ കാലഘട്ടം അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്നത് പോലീസിന് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ വീട്ടിൽ നിന്ന് തന്നെ ഇന്ദിരാ വികാസ് പത്ര, പഴയകാലത്ത് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് ഒരു സേവിങ്സിനായിട്ട് എടുത്തു വയ്ക്കുന്ന സാധനമാണ്. ആ ഇന്ദിരാ വികാസ് പത്ര അവിടെ നിന്ന് മോഷണം പോയിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ ഈ മോഷണം പോയ വിവരങ്ങൾ പോസ്റ്റ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ദിവസം ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇരിഞ്ഞാലക്കുട കൺട്രോൾ റൂമിലേക്ക് ഒരു ഫോൺ വരികയാണ്. മോഷണം ചെയ്യപ്പെട്ട ഇന്ദിരാ വികാസ് പത്ര വിൽപ്പനയ്ക്കായിട്ട് കൈമാറുന്ന ഒരാൾ വന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ്. ഉടനെ തന്നെ പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും ഇന്ദിരാ വികാസ് പത്ര വിൽക്കാൻ വന്ന ആൾ രക്ഷപ്പെട്ടിരുന്നു. ഈ സമയം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഞങ്ങളെ സ്ക്വാഡിലുണ്ടായിരുന്ന ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുട എത്തിയപ്പോഴാണ് ഇങ്ങനെ മോഷണം ചെയ്യപ്പെട്ട ഇന്ദിരാ വികാസ് പത്ര വിൽക്കാൻ ഒരാൾ വന്നിട്ടുണ്ടായി എന്നും അദ്ദേഹം കൂടി രക്ഷപ്പെട്ടതായിട്ടും പറയുന്നത്. വളരെയധികം സങ്കടമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം മോഷണങ്ങൾ നടത്തിയ സംഭവങ്ങളുണ്ടായിട്ട് ഒരു തുമ്പായിരുന്നു നമുക്ക് കിട്ടിയത്, നഷ്ടപ്പെട്ടു പോയി. ഉടനെ തന്നെ അവിടെ ഈ പോയ ആളുകളെക്കുറിച്ച്, നമ്മൾ ഈ വന്ന ആളെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെന്നുള്ള ഉദ്ദേശത്തിൽ അവിടെയുള്ള പരിസരത്തുള്ള ആളുകളൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ആർക്കും അറിവില്ലായിരുന്നു. ഇങ്ങനെ നടന്ന് പോയപ്പോഴാണ് എനിക്ക് പരിചയമുള്ള ധാരാളം ഓട്ടോറിക്ഷക്കാരുണ്ട്. ഓരോ കേസിൻ്റെയും ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ അറിയിക്കുന്നത് ഒക്കെ അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ, അവിടുത്തെ തൊഴിലാളികളൊക്കെയാണ്. അവരായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ അന്വേഷണത്തിനിടയിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ എന്നോട് ഒന്ന് പറയുകയാണ്, സാറേ, ഒരാളെ ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിരുന്നു, ചാലക്കുടിക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ സമയം നഷ്ടപ്പെടുത്തിയില്ല. ഉടനെ തന്നെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ കയറി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കയറി ആ ഓട്ടോറിക്ഷയിൽ കയറി നേരെ ചാലക്കുടിയിലേക്ക് പോവുകയാണ്. ചാലക്കുടിയിലേക്ക് പോകുമ്പോഴെല്ലാം ഈ കൊണ്ടുവിട്ട ആളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ആൾക്കൊന്നും ആളെക്കുറിച്ച് പ്രത്യേക അറിവൊന്നുമില്ല. ഈ അറിവ് ഓർമ്മയിലേക്ക് അവൻ്റെ ഓർമ്മകൾ തിരിച്ചു വരുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ചാലക്കുടി എത്തുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒറ്റ കാര്യമാണ് അവൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നത്. സാറേ, അവൻ ചാലക്കുടിയിൽ ആ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന തിരിവിൽ ഒരു ഫൈനാൻസിൽ നിന്ന് ഒരു 100 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് വലിയൊരു വഴിത്തിരിവായിരുന്നു. വേഗം അവൻ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു, നീ ആ ഫൈനാൻസിൻ്റെ മുമ്പിൽ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫൈനാൻസുകാരൻ്റെ മുമ്പിൽ ഇറങ്ങി ഫൈനാൻസിലെ ആ സ്ഥാപനത്തിൻ്റെ ഉടമയോട് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും ആൾ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച്. സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യുക. പോലീസ് ഒന്ന് ചോദിച്ചാൽ ആദ്യം ഇല്ല എന്നാണ് ആദ്യം ഉത്തരം പറയുക. ഇനി വല്ല പുലിവാല് പിടിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. കുറേയധികം വളരെ മയപ്പെടുത്തി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അവൻ സാധാരണ ഈ ഫൈനാൻസിൽ വന്ന് സ്വർണമൊക്കെ പണയം വയ്ക്കുന്ന ആളാണ്, എനിക്ക് പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞു. വലിയ അവൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വെച്ചു. അയാൾക്ക് അവൻ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ അന്നുണ്ടായിരുന്ന ഇരിഞ്ഞാലക്കുട CA സാറിനെ വിളിച്ച് വിവരം പറയുകയും
ഇങ്ങനൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം നമുക്ക് പറഞ്ഞു, നമുക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി, നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളൊരു 12 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ രാത്രി CAയും ടീമും വന്നു. ഞങ്ങൾ ആ ഫൈനാൻസറിനെ കൊണ്ട് ഇവൻ്റെ വീട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വണ്ടിയിൽ പോയി. ജീപ്പ് പുറകെയും ഞങ്ങൾ വേറൊരു വണ്ടിയിലുമാണ് പോയത്. ഞങ്ങൾ കാടുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ കാടുകുറ്റിയിൽ ഇവൻ കാണിച്ചെന്ന വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ പട്ടി ഉറക്കം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ വീട് കാണിച്ചു തന്നു. അദ്ദേഹം ആ കാണിച്ച നാൾ മടങ്ങിപ്പോയി. ഞങ്ങൾ വീടിന് ചുറ്റും നിന്ന് വിളിച്ചപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. പേര് ചോദിച്ചപ്പോൾ ആളുടെ പേര് പറഞ്ഞു. എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മരക്കച്ചവടമാണ് ജോലി എന്ന് പറഞ്ഞു. അവൻ്റെ പെരുമാറ്റത്തിൽ ഞങ്ങൾ ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അവനോട് കാര്യങ്ങൾ ചോദിച്ചു. നീ ഇന്ദിരാവികാസ് പത്ര വിൽക്കാൻ വേണ്ടി ഇരിഞ്ഞാലക്കുടയിൽ എത്തിയോന്ന് ചോദിച്ചു. ആദ്യമൊന്നും കാര്യമായി സംസാരിച്ചില്ല, അവൻ സമ്മതിച്ചില്ല. അവസാനം കുറേ കാര്യങ്ങൾ ചോദിച്ചതിനോടിൽ ഞങ്ങൾ ഒന്ന് വീട് കയറി പരിശോധിച്ചു. ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് ആ വീട്ടിൽ നിന്ന് ധാരാളം ഇലക്ട്രോണിക് സാധനങ്ങൾ, ഡ്രസ്സുകൾ ഒക്കെ കണ്ടെടുക്കാൻ കഴിഞ്ഞു. അവന് സമ്മതിക്കേണ്ടതായിട്ടും വന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടി ഇവൻ്റെ ഒരു മോഡസ് എന്ന് പറഞ്ഞാൽ ഓരോ കള്ളന്മാർക്കും ഓരോ മോഡസ് ഉണ്ട്. ആ മോഡസ് തന്നെ പ്രത്യേകമാണ്. ഓരോ കള്ളന്മാരും അവർ കളവ് ചെയ്യാൻ പോകുമ്പോൾ ചില ആളുകൾ ബാക്ക് ഡോറ് തുറന്നാണ് കിടക്കുക. ചില ആളുകൾ ജനൽ കമ്പി വളച്ചായിരിക്കും ഉള്ളിൽ കിടക്കുന്നത്. ചില ആളുകൾ കിടക്കുന്നത് അപ്സ്റ്റെയറിൽ കൂടിയായിരിക്കും കളവിന് ഉള്ളിൽ പ്രവേശിക്കുക. ചില ആളുകൾ എക്സോസ്റ്റിംഗ് ഫാൻ പോലും തല്ലി തുറന്നിട്ടാണ് കളവ് നടത്തുക. ചില കള്ളന്മാർ പുറത്തെന്തെങ്കിലും ബഹളം ഉണ്ടാക്കി വീട്ടിലുള്ളവരെ പുറത്തേക്കിറക്കി അവരെ ആക്രമിച്ചു കൊണ്ട് ചെയ്യുന്ന കുറേ ടീമുകളുണ്ട്. അതുകൂടാതെ നമ്മളെ കുറവാ സംഘങ്ങളുണ്ട്. കുറവാ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ടീമാണ്. അവർ കളവിന് വരുമ്പോൾ ഒരുമിച്ചാണ് വീടിന് മുമ്പിൽ വരിക. അവർ വീട് മുട്ടി വിളിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടുകാരെ ഉണർത്തുകയും ചെയ്യും. പുറത്തു വന്നു കഴിഞ്ഞാൽ ആക്രമിച്ച് വീടിനുള്ളിൽ കയറി മോഷണം നടത്തുന്ന കുറവാ സംഘങ്ങളും ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കള്ളന്മാരും ഉള്ളത്. അത് അടുത്ത എപ്പിസോഡിൽ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും നമുക്കത് വ്യക്തമാക്കാവുന്നതാണ്. ഇവൻ്റെ കളവിൻ്റെ മോഡസ് എന്ന് പറഞ്ഞാൽ വാതിലിൻ്റെ ഫ്രണ്ട് ഡോറാണ് പൊളിക്കുക. ഫ്രണ്ട് ഡോർ തിക്കി കുത്തി പൊളിക്കുന്ന രീതിയാണ് ഈ മോഷ്ടാവിൻ്റെത്. അതുമാത്രമല്ല, വീട്ടിൽ നിന്ന് കിട്ടാവുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വാരി കൊണ്ടുപോകും. ഇലക്ട്രോണിക് സാധനം എടുത്തതിന് പുറമെ വസ്ത്രങ്ങളെടുക്കും. അതേപോലെ തന്നെ പല വ്യഞ്ജന സാധനങ്ങൾ, കരയാമ്പ്, നല്ല 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 വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകും. ഈ കേസിൽ വളരെ തെളിവായത് ഇവൻ അന്ന് മോഷ്ടിച്ച VCP ഒക്കെയാണ് ഇലക്ട്രോണിക് സാധനങ്ങളാണ്. പല വീടുകളിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങൾ അതേ രൂപത്തിൽ കിട്ടിയതുകൊണ്ട് കേസിന് വളരെ എളുപ്പമായി. അവൻ മോഷ്ടിച്ചെടുത്ത സ്വർണ്ണങ്ങൾ മൊത്തം കണ്ടെടുക്കാനും കഴിഞ്ഞു. മറ്റൊരു പ്രത്യേകത, ഇവനെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആളെ മനസ്സിലായി. നമ്മൾ തൊട്ടടുത്ത തൃശ്ശൂർ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന്, മാള പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ വർഷങ്ങളോളം കാണാതായിട്ടുള്ള പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഒരു മോഷ്ടാവായിരുന്നു ആ വ്യക്തി എന്നുള്ളതാണ് കാര്യം. ഒരു 10, 16, 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മോഷ്ടാവിനെ വീണ്ടും പിടികൂടാൻ കഴിഞ്ഞത്. ഈ സംഭവം ആ നാട്ടിലുണ്ടായിരുന്ന, അന്ന് ആ ഇരിഞ്ഞാലക്കുട ഭാഗത്തുണ്ടായിരുന്ന മോഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.